എറണാകുളത്ത് CPI-യിൽ ആഭ്യന്തര പോര്. ജില്ലാ നേതൃത്വത്തിലുള്ള ചില നേതാക്കൾക്കെതിരെ മറ്റൊരു വിഭാഗം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്നാണ് വിവരം. ജില്ലാ സെക്രട്ടറി കമല സദാനന്ദൻ സംസ്ഥാന നേതൃത്വത്തെയും ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഫോൺ സംഭാഷണവും പുറത്തുവന്നിട്ടുണ്ട്. ഇയാളോട് ചോദിച്ചിട്ടുണ്ടോ നമുക്ക് നടപടിയെടുക്കണമെങ്കിൽ അവശേഷമൊന്നുമല്ല ചോദിക്കാൻ സെക്രട്ടറിയോട് ഈ ബീനയുടെ അടുത്ത് പോയിട്ട് ബീനെ കുട്ടി പോണ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ബീന ഭരണത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയ പിന്നെ ബാക്കിയുള്ളത് ഇപ്പൊ തന്നെ ആളുകൾക്ക് അതിന്റെ അകത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടക്കുറവായി കുട്ടികളൊക്കെ. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിൻ, ഈ ഓഡിയോ സന്ദേശം, ലീക്കായ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുറത്തേക്ക് വന്ന വാർത്തകൾ പ്രകാരം ബിനോയ് വിശ്വത്തിനെതിരെ അടക്കം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്താണ് സംഭവിക്കുന്നത് CPI എറണാകുളം ജില്ലയിൽ? കടുത്ത വിഭാഗീയതയുള്ള ഒരു ജില്ലയാണ് CPI സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാവായിട്ടുള്ള കമല സദാനന്ദനും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ദിനകരനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അത് ആരോ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ രഹസ്യമായി ചോർത്തി പുറത്തുവിട്ട ശബ്ദ രേഖയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ബിനോയ് വിശ്വത്തിൻ്റെ സഹോദരിയെ അടക്കം ഈ ഭരണത്തിൽ ഇടപെടുന്നു, സഹോദരി അടക്കം പാർട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു, അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ് കമല സദാനന്ദൻ പറയുന്നത്. മറ്റൊന്ന്, ഈ സുഗതൻ എന്ന് പറയുന്ന ജില്ലയിലെ തന്നെ മുതിർന്നൊരു നേതാവായിരുന്നു. നേരത്തെ മരണപ്പെട്ടിട്ടുള്ള മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. രാജുവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ സംഘത്തിൽപ്പെട്ട ആളായിരുന്നു സുഗതനെ അടക്കം പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അല്ലെങ്കിൽ സുഗതനെ ഒഴിവാക്കേണ്ടതിനെ കുറിച്ചുമെല്ലാമാണ് ഇവർ ഒരു ഗ്രൂപ്പ് യോഗം എന്നുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെ അടക്കം കാര്യമായി അധിക്ഷേപിക്കുന്നുണ്ട്. കമല സദാനന്ദനും ഒപ്പം തന്നെ ദിനകരൻ, CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് ദിനകരനും കൂടിയുള്ള ഒരു സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതൊരു ഗ്രൂപ്പ് യോഗം അല്ലെങ്കിൽ ഗ്രൂപ്പ് സംഭാഷണമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ പരാതി നൽകാൻ തന്നെയാണ് സുഗതൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും സുഗതൻ അടക്കമുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണം. P. രാജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് വിവാദമാക്കിയതിൽ സുഗതൻ അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ പുറത്താക്കണം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സുഗതന് ഒരു കച്ചിത്തുരുമ്പ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും എറണാകുളം CPI-യിൽ ആഭ്യന്തര പോര് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ.